ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഗൗതം ഗംഭീറിനെതിരായിട്ടുള്ള കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും ഇൻസെക്യൂരായി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. വൺഡേയിൽ താങ്കൾ പല പ്രാവശ്യം ഡ്രോപ്പ് ഔട്ടായി, ടെസ്റ്റ് മാച്ചിലും അതുപോലെ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കുന്നു. അതിന്റെ എഫക്റ്റ് വളരെ കൂടുതലായതുകൊണ്ട് താങ്കൾ ഇപ്പോഴും അതിനെക്കുറിച്ച് പേടിക്കുന്നുണ്ടോ? സർ, തീർച്ചയായും. കാരണം ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ്സോടെ ഇരിക്കുക എന്നത് വലിയ അർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം ഇവിടെ വലിയ കോമ്പറ്റീഷൻ ഉണ്ട്. എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യലി എനിക്ക് ഒരിക്കലും ലോങ് റണ്ണുകളൊന്നും കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് എൻ്റെ ഒരു ചിന്താഗതി മാറി. അതായത് ഞാൻ 2-3 മാച്ചിൽ ഫെയിലിയർ ആയാൽ എന്നെ സെലക്ട് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. ഒരു തരത്തിൽ അത് നല്ലതാണ്, അതേസമയം അത് ദോഷവുമാണ്. എങ്ങനെയാണ് ദോഷമാകുന്നതെന്ന് വെച്ചാൽ ഞാൻ വളരെ ഹാർഡായി മാറും. 2 മാച്ചുകൾ റണ്ണെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വല്ലാതെ അത് ഫീൽ ചെയ്യും. ഇതിലെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഊർജ്ജസ്വലനായിട്ടിരിക്കും. എല്ലാ മാച്ചുകളിലും നല്ല റണ്ണെടുക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും. എല്ലാ മാച്ചുകളിലും ഇന്റൻസിറ്റിയോടെ കളിക്കണമെന്ന് തോന്നലുണ്ടാവും. ആദ്യ മാച്ച് കളിക്കുന്നത് പോലെ തന്നെ. പെർഫോമൻസ് വളരെ നന്നായിരുന്നു. താങ്കൾ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. താങ്കൾ ക്യാപ്റ്റനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് ആ പേടി വരാൻ പാടില്ല. അതായത് ഡ്രോപ്പ് ഔട്ട് ആകുമോ എന്നുള്ള പേടി. സർ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. അതാണ് എൻ്റെ കാര്യത്തിലും നടന്നത്. ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും ഞാൻ വളരെ സെക്യൂർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഡ്രോപ്പ് ആവില്ല എന്നുള്ള പേടിയൊന്നും എനിക്ക് ഇല്ലാതില്ല. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന പോലെ തന്നെ. അത് എനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. മറ്റുള്ളവർക്ക് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വർക്കാവുന്നുണ്ട്. അതെന്നെ എപ്പോഴും ടോസിൽ നിലനിർത്തുന്നു. അധികം റണ്ണുകൾ എടുക്കാനുള്ള ഒരു പ്രതീക്ഷ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അതൊരു തരത്തിൽ നല്ലത് തന്നെയാണ്. ആ ടെൻഷൻ കൊണ്ടാണോ താങ്കൾ ചില സമയങ്ങളിൽ 96-ലും 97-ലും 98-ലും 99-ലും ഒക്കെ ഔട്ടാവുന്നത്? അങ്ങനെ നടക്കാം സർ. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് തവണ തോന്നും 100 അടിക്കണം, 100 അടിക്കണമെന്ന്. ആ ചിന്ത ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവും. അതായത് ആ സമയത്ത് നമ്മൾ 97 കാണില്ല, ബാക്കിയുള്ള 3 മാത്രമേ കാണുള്ളൂ. നമ്മുടെ മനസ്സിൽ 100 ഫിക്സ് ആയിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. ഞാൻ 100ന്റെ തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ 100 എടുക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ ആ ചെറിയ റണ്ണുകളെയൊക്കെ മറക്കും. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും അടിക്കണം, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം എന്നൊക്കെയാ. വേൾഡ് കപ്പിൽ ഞങ്ങൾ കണ്ടു വെറും 3 റണ്ണാണ് ആവശ്യം. പക്ഷെ ആ 3 റൺ എടുക്കാൻ താങ്കൾ ശരിക്കും കഷ്ടപ്പെട്ടു. അതാലോചിച്ച് റെഗ്രറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഔട്ടായ സമയത്ത് എൻ്റെ മനസ്സിൽ എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഈ 3 റൺ ജീവിതത്തിൽ, എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിൽ ഞാൻ ഉറപ്പായിട്ടും ആ 3 റണ്ണിന് വേണ്ടി റിഗ്രറ്റ് ചെയ്യും. വീണ്ടും ഒരു അവസരം എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. വേൾഡ് കപ്പ് ഫൈനലിൽ 97 റൺ എടുത്തു. 3 റൺസ് മാത്രമേ 100 തയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ സെഞ്ചുറി അടിക്കുകയും ഇന്ത്യൻ ടീം തോൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, അതായത് മഹിളാ ജയവർദ്ധന 100 അടിച്ചിട്ട് വന്ന് ശ്രീലങ്ക തോൽക്കുകയാണ് ചെയ്തത്. ആ 100 അവിടെ അവർക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നില്ല. അതേപോലെ ഞാനന്ന് 97 റൺ അടിച്ചു, ഹയസ്റ്റ് റൺ അടിച്ചു, എന്നിട്ട് വേൾഡ് കപ്പ് ജയിച്ചു. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഐ തിങ്ക് ആ സമയത്ത് അതിലും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ 100 എടുത്താലും ഞാൻ വേൾഡ് കപ്പ് വിന്നിംഗ് മെമ്പർ ആവുമായിരുന്നു. നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ 3 റൺ എനിക്ക് എപ്പോഴും ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആദ്യം സേവാങ് ഔട്ടായി, അതിനുശേഷം സച്ചിൻ ഔട്ടായ സമയത്ത് ജനങ്ങൾക്ക് ആ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വിശ്വാസം കൈവിട്ടില്ല സർ, ഹോണസ്റ്റ്ലി. കാരണം ഒരു മനുഷ്യൻ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ്. സച്ചിനും സേവാഗും ഔട്ടായാലും നമ്മുടെ കയ്യിൽ ഇനിയും സ്ട്രെങ്ത് ഉണ്ട്. നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും ശരി. കാരണം നമ്മൾ വേൾഡ് നമ്പർ 1 ടീമായത് 1-2 പേരോ വെച്ചിട്ടല്ല. വേൾഡ്സ് നമ്പർ 1 ടീം, അല്ലെങ്കിൽ നമുക്ക് വേൾഡ് ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഓരോ പ്ലെയറും ഫീൽഡിലിറങ്ങുമ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ പ്രധാനമാണ്. 1-2 പ്ലേയേഴ്സിനെ വെച്ച് ഒരിക്കലും വേൾഡ് ചാമ്പ്യൻസ് ആവാൻ സാധിക്കില്ല. പക്ഷേ സച്ചിൻ ഔട്ടായ സമയത്ത് താങ്കളുടെ ഹൃദയമിടിപ്പ് കൂടി കാണുമല്ലേ? അല്ല സാർ, എൻ്റെ കയ്യിൽ അപ്പോൾ ബാറ്റ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിച്ചില്ല. എൻ്റെ കയ്യിൽ ബാറ്റ് ഉണ്ടായിരുന്ന അത്രയും സമയം, ഞാൻ ക്രീസിൽ ഉണ്ടായിരുന്ന അത്രയും സമയം ഞാൻ വേറെ ഒന്നിനെയും പേടിച്ചില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ ഔട്ടായി ഡ്രസ്സിംഗ് റൂം പോയിരുന്നെങ്കിൽ ചിലപ്പോൾ പേടിച്ചേനെ. ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വരെ കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. താങ്കൾ ഔട്ടായതിനു ശേഷം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള അവസ്ഥയിലായിരുന്നു. ഐ തിങ്ക് നമ്മൾ 95% ജയിച്ചു എന്നുള്ള അവസ്ഥയിലായിരുന്നു. ആ സമയത്ത് 50 ബോളുകളിൽ 50 റണ്ണായിരുന്നു ആവശ്യം. പിന്നെ ഇറങ്ങാനുണ്ടായിരുന്നത് യുവരാജായിരുന്നു. അദ്ദേഹം അന്ന് നല്ല ഫോമിലായിരുന്നു. മാച്ച് ജയിക്കാനുള്ളൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ജയിച്ചു. ധോണിയും അന്ന് വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. ഞാൻ ഔട്ടായിരുന്ന സമയത്ത് എനിക്ക് 95% വിശ്വാസം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഞങ്ങൾ ഈ മാച്ച് ജയിക്കുമെന്ന്. സത്യത്തിൽ ആ മാച്ച് താങ്കൾ ജയിച്ചു കൊടുത്തത് കണ്ട് ജനങ്ങൾ ശരിക്കും താങ്കളുടെ ഫോട്ടോയൊക്കെ വെച്ച് ആഘോഷിച്ചു. ശരിക്കും ആഘോഷിച്ചവർ. തീർച്ചയായും. അതിനുശേഷമാണ് മനസ്സിലായത് ഒരു സ്പോർട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റിനെ ഒരു രാജ്യത്തെ മുഴുവൻ എത്രമാത്രം സന്തോഷത്തിലാക്കാൻ പറ്റുമെന്ന്. അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു, കമന്റ്സുകൾ വന്നു. ആ ഒരു ഡ്യൂറേഷനിൽ ജനങ്ങൾ എല്ലാം തന്നെ മറന്ന് ആ വിജയത്തെ ശരിക്കും ആഘോഷിച്ചു. ഒരു സ്പോർട്ട് എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുഴുവൻ രാജ്യത്തെയും ഒന്നിപ്പിച്ചതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. താങ്കളുടെ ഇൻസെക്യൂരിറ്റിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്.
ചില ക്രിക്കറ്റേഴ്സ് പറയാറുണ്ട് താങ്കൾ നിറയെ റണ്ണൌട്ടിലാണ് ഔട്ടാവുന്നത്. താങ്കൾ വേഗത്തിൽ ഓടുന്നൊരു വ്യക്തിയാണ്, യങ്ങുമാണ്, എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? 3 വർഷത്തിൽ 6 പ്രാവശ്യം റണ്ണൌട്ടായി. ഞാൻ ക്രിക്കറ്റിൽ വീരുവിൻ്റെ കൂടെ ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്. എനിക്കും വീരുവിനും ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വേറൊരു പ്ലെയറിൻ്റെ കൂടെയും ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് വേണ്ടി, ONGCക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി. സോ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് വളരെ വ്യത്യസ്തമാണെന്ന് തന്നെ പറയാം. ഞാനും റോണി റൺ എടുക്കുമ്പോൾ ബിറ്റ്വീനിൽ ഒരുപാട് റണ്ണ് കിട്ടും. ബട്ട് വീരുവിൻ്റെ കൂടെയും ധോണിയുടെ കൂടെയും ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേറെ പ്ലേയേഴ്സിൻ്റെ കൂടെ എനിക്കില്ല. മേ ബി ആ ഒരു റീസൺ കൊണ്ടുകൂടി ഞാൻ റണ്ണൗട്ട് ആയേക്കാം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓസ്ട്രേലിയയുടെ കൂടെ ക്വാർട്ടർ ഫൈനൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ UV ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് റണ്ണൗട്ട് ആയത്. ആ സമയത്ത്, അതായത് റണ്ണൗട്ട് ആയ സമയം വളരെ ക്രൂഷ്യലായിരുന്നു. അത് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മേലെയാണ് ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള ബാറ്റ്സ്മാനുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിന്റെ അടിസ്ഥാനം. നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലെങ്കിൽ റണ്ണൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. താങ്കൾ ഓസ്ട്രേലിയ റണ്ണൗട്ട് ആവുന്ന സമയത്ത് താങ്കളോട് യുവരാജ് പറഞ്ഞു കാണും, ഇതാ നോക്ക് ഞാൻ സേവാങ്ങൊന്നുമല്ല, അത്രയ്ക്ക് ഓടാൻ പറ്റില്ല. ആ മാച്ചിന്റെ അപ്പൊ പറഞ്ഞിരുന്നു. മാച്ചിൽ ഞങ്ങൾ ജയിച്ചല്ലോ, എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ഒരുപക്ഷെ തോറ്റിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരുമായിരുന്നു, ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ അന്ന് ജയിച്ചത് കൊണ്ട് ഞാനതങ്ങ് മറന്നു. ആ ഒരു മൊമെന്റിൽ എനിക്ക് ദേഷ്യം വന്നിരുന്നു. പക്ഷേ മാച്ച് ജയിച്ചത് കൊണ്ട് എനിക്ക് യുവിയോട് ഒരു പ്രത്യേക മര്യാദ തോന്നി. അതുകൊണ്ട് ദേഷ്യമൊക്കെ പോയി. താങ്കളും സേവാംഗം കളിക്കുന്ന സമയത്ത് കുറച്ച് സംഭാഷണം കൂടുതലാണല്ലോ. അതെ സാർ, ഞങ്ങൾ സംസാരിക്കും. കാരണം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്ക് എപ്പോഴും പ്രഷർ വളരെ കൂടുതലായിരിക്കും. അതും ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആണെങ്കിൽ അത് വളരെ അധികമായിരിക്കും. ന്യൂ ബോൾ കളിക്കണം, വിക്കറ്റുകൾ എടുക്കണം, പുതിയ ബോളറിന്റെ കൂടെ കളിക്കണം. ആ സമയത്ത് പാർട്ണറിന്റെ കൂടെ സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷൻ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട്, ഇറ്റ് ഡിപ്പെൻസ്, എന്ത് വേണമെങ്കിലും. അതായത് ഒരാൾ റിലാക്സ് ചെയ്യിപ്പിക്കുന്നത്, കോൺഫിഡൻസ് കൊടുക്കുന്നത്. നമ്മൾ 11 പേർക്ക് എതിരായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻസ്, പുതിയ ബോളേഴ്സ് ഫ്രഷ് ആയിരിക്കും, നമുക്കെല്ലാം ചാലഞ്ചിങ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പാർട്ട്ണറിന്റെ കൂടെ സംസാരിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് സംസാരിക്കണം, വല്ല തമാശയും പറയണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പാട്ടൊക്കെ പാടാറുണ്ടോ? അതെ, പാട്ട് പാടാം, അതുപോലെ എന്ത് വേണേലും ചെയ്യാം സാർ. ജോക്ക് പറയാം, തമാശകൾ പറയാം, ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ എന്ത് വേണേലും ചെയ്യാം സാർ. അങ്ങനെയാണെങ്കിലേ പെർഫോമൻസ് നന്നാവൂ. അതായത് വീരേന്ദ്ര സേവാങ്ങിനൊപ്പം കളിക്കുന്ന സമയത്ത് താങ്കൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും ലക്കിയാണെന്ന് ഫീൽ ചെയ്യാറുണ്ട്, നന്നായിട്ട് കളിക്കാറുണ്ട്. ഞാൻ ഐ തിങ്ക് വീരേന്ദ്ര സെവാഗുമായിട്ട് നോക്കുകയാണെങ്കിൽ ഓഫ് ദി ഫീൽഡും എനിക്ക് അദ്ദേഹമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓഫ് ദി ഫീൽഡിലും രണ്ടുപേർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഓൺ ദി ഫീൽഡിലും അത് ഉറപ്പായിട്ടും റിഫ്ലക്റ്റ് ആവും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേർക്കും നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ്, അത് രണ്ടുപേർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. അദ്ദേഹം എങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെ കളിക്കുമെന്ന് അദ്ദേഹത്തിനും അറിയാം. രണ്ടുപേരും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്, എന്തൊക്കെ തെറ്റുകൾ പറ്റുന്നുണ്ട്, എന്തൊക്കെ തിരുത്തണം എന്നൊക്കെ എല്ലാ ഉപദേശങ്ങളും കൊടുക്കും. ചില സമയത്ത് ചില ബോളേഴ്സിനെതിരെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട്. എനിക്ക് പകരം അദ്ദേഹത്തോട് ഫേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ. ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾക്കിടയിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ഒരുപാട് നേരം കളിക്കാൻ പറ്റില്ല. ഒരു ബോളർ എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് വേറെ അദ്ദേഹത്തോട് കളിക്കാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കളിക്കണമെന്ന് ഞാൻ ഒരുപാട് തവണ. ബോളറിനെ എനിക്ക് ഫേസ് ചെയ്യാൻ സാധിക്കില്ലെന്ന് താങ്കൾ എപ്പോഴെങ്കിലും വീരേന്ദ്ര സേവാങ്ങിനോട് പറഞ്ഞിട്ടുണ്ടോ? ആ ബോളറിനെ സേവാങ് അടിച്ച് നിലംപരിശാക്കിയതും കണ്ടിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ട്. ഒരു ബോളറിനെതിരെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, അൺകംഫർട്ടബിൾ ആണ് എന്നൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നാണം കെടാൻ മാത്രം എന്താ ഉള്ളത്? ഒരാൾക്ക് ആരോട് വേണമെങ്കിലും ഡിസ്കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആകും. അതുപോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. സേവാങ് ഒരിക്കലും ഒരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ആരാണെങ്കിലും അടിച്ച് നിലംപരിച്ചു. സാർ, അത് പിന്നെ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. പക്ഷേ ടു ബി ഹോണസ്റ്റ്, അദ്ദേഹം എന്നോട് ഇതുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എതിരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് ബോളേഴ്സ് നന്നായിട്ട് തന്നെ ബോൾ എറിയും, അത് അവരുടെ ടാലന്റ്. അപ്പോൾ ബാറ്റ്സ്മാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഡോമിനേഷൻ ചെയ്യാൻ സാധിക്കണം. താങ്കൾ യൂസ് ചെയ്യുന്ന ബാറ്റ് വീരേന്ദ്ര സെവാഗാണ് താങ്കൾക്ക് നൽകിയത്. താങ്കൾ അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടു, സത്യമാണോ? ഫോർച്ചുനേറ്റ്ലി ഇതുവരെ അദ്ദേഹം എനിക്ക് തന്ന ബാറ്റുകളൊക്കെ തന്നെ ലക്കിയായിട്ട് തന്നെയാണുള്ളത്. അത് 2007 2020 വേൾഡ് കപ്പ് സമയത്തൊന്നും എനിക്ക് തന്നിരുന്നു. അതുപോലെ ഓസ്ട്രേലിയക്കെതിരെ 100 അടിച്ചപ്പോഴും എനിക്കൊരു ബാറ്റ് തന്നിരുന്നു. ഇതുവരെ അദ്ദേഹം തന്ന ബാറ്റുകളിലൊക്കെ ഞാനും ഒരുപാട് റണ്ണുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു ലക്കി ചാമാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ഇതൊരു സൂപ്പർസിഷനാണോ? അതായത് അദ്ദേഹം നൽകിയ ബാറ്റ് വെച്ച് താങ്കൾക്ക് നിറയെ റൺ എടുക്കാൻ പറ്റുമെന്ന്? ഒരുപക്ഷെ എനിക്ക് റൺ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണ് ചോദിക്കാറ്, ഒരു നല്ല ബാറ്റ് തരൂ എന്ന്. ഗൗതം, സച്ചിൻ ഒരു ലോകപ്രശസ്തനായ പ്ലെയറാണ്, വളരെ നല്ലൊരു പ്ലെയറാണ്. വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം കളിക്കുന്ന സമയത്ത് താങ്കൾക്കൊരു ഇൻഫീരിറ്റി കോംപ്ലക്സ് വരാറുണ്ടോ? അതായത് ഇത്രയും വലിയ പ്ലെയറിനോടൊപ്പം കളിക്കുന്നു എന്നുള്ള? ഇല്ല സാർ, ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുപോലെ ഹൈറ്റ് ലൈസും ചെയ്തിട്ടില്ല.
എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ. അതായത് എൻ്റെ കയ്യിൽ ബാറ്റുള്ള അത്രയും കാലം ആരെ കണ്ടാലും എനിക്കൊരു കോംപ്ലക്സും തന്നെ ഉണ്ടാവാറില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയും. നമ്മൾ ഒരാളെ കോപ്പി അടിക്കാൻ നോക്കുമ്പോഴാണ് അത്തരത്തിലൊരു കോംപ്ലക്സ് നമുക്കുള്ളിൽ ഉണ്ടാവുക. അതല്ല നമ്മൾ ഒരാളെ പോലെ ആയി തീരണമെന്ന് ആഗ്രഹിച്ചാലും നമുക്കങ്ങനെ തോന്നും. ഞാൻ എൻ്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഞാൻ ആ ഐഡന്റിറ്റി ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വേറെ കോംപ്ലക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ആരെങ്കിലും ഒരു ഐഡൽ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ തോന്നാം. എനിക്ക് ക്രിക്കറ്റിൽ അങ്ങനെ ഐഡൽ ഇല്ല. ക്രിക്കറ്റിലും താങ്കൾക്ക് ഐഡിയൽ ഇല്ല, അതുപോലെ ജീവിതത്തിലും ഐഡിയലായിട്ട് ആരുമില്ലേ? ഉണ്ട് സാർ, ഭഗത് സിംഗ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ പറ്റി ചിന്തിക്കാറുണ്ട്. അദ്ദേഹം എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഞാൻ ഇതുവരെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മുഴുവനായിട്ടും വായിച്ച ഒരു പുസ്തകം ഇതാണ്. അത് അദ്ദേഹത്തെ പറ്റിയുള്ള ഒന്നായിരുന്നു. അദ്ദേഹം അല്ലാതെ എനിക്ക് വേറെ ഐഡൽ ആരുമില്ല. ആദ്യം ഞാൻ താങ്കളോട് നമസ്കാരം പറയുന്നു സർ. നമസ്കാരം. അതോടൊപ്പം ആശംസകളും നേരുന്നു. അതായത് വേൾഡ് കപ്പ് വിജയിപ്പിച്ച് ഇവിടെ ഉള്ളവരുടെ എല്ലാ ആഗ്രഹം സാർ നിറവേറ്റിയിരിക്കുകയാണ്. താങ്ക് യു. എന്റെ ചോദ്യം വേൾഡ് കപ്പിനെ കുറിച്ചാണ്. ട്രോഫി കിട്ടിയത് ഞങ്ങൾ ന്യൂസിലും ചാനലിലും ഒക്കെ കണ്ടതാണ്. അത് റെപ്ലിക്കയാണെന്നും പറയുന്നു. ആ ട്രോഫി താങ്കൾക്ക് കയ്യിൽ വാങ്ങിക്കുമ്പോൾ അത് റെപ്ലിക്കാണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല സർ. ഐ തിങ്ക് ഇപ്പോഴും ജനുവൻലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും ഒറിജിനലായിട്ട് തന്നെ അതിനെ കാണുന്നത്. അതിനുശേഷമാണ് ന്യൂസൊക്കെ വന്നത്. അതിനെപ്പറ്റി എനിക്ക് എക്സാക്റ്റ് ആയിട്ടൊന്നും അറിയില്ല. ഞങ്ങൾ ആ ട്രോഫി വാങ്ങിയപ്പോൾ അത് ഒറിജിനലാണെന്നാണ് കരുതിയത്. പിന്നെയാണ് അതിനെപ്പറ്റിയുള്ള ന്യൂസുകളൊക്കെ വന്നത്. ഇല്ല സാർ, അതെല്ലാം ചാനലിലും മീഡിയയിലും കാണിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് താങ്കൾ ആരോടും ഒന്നും ചോദിച്ചിരുന്നില്ലേ? BCCIയോടോ ICCIയോടോ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന്? ഹോണസ്റ്റ്ലി BCCI ഈ കാര്യം ചോദിച്ചിട്ടുണ്ടാവാം ICCയോട്. അത്രയും വലിയൊരു ഇവന്റ് അല്ലേ വേൾഡ് കപ്പ്. അപ്പോൾ റെപ്ലിക്ക കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ കളിക്കുന്ന ഒരു വലിയ ടൂർണമെന്റ് തന്നെയല്ലേ അത്. ഒരുപാട് രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. സോ ഒറിജിനൽ ട്രോഫി തന്നെ ആയിരിക്കണം തന്നത്. തീർച്ചയായും സാർ, ആ ട്രോഫി ഞങ്ങൾക്ക് ഇമോഷണലി വളരെ അറ്റാച്ച്ഡ്. നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും അത് അങ്ങനെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങളുടെ കാര്യം മാത്രമല്ല, അത് നമ്മൾ എല്ലാവരുടെയും കാര്യമാണ്. അതായത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ ആ ട്രോഫിയാണ്. ഈ മുഴുവൻ രാജ്യത്തിന്റെയും സ്വപ്നം അതാണ്. അപ്പോൾ അത് തീർച്ചയായും ഒറിജിനൽ ആയിരിക്കണം. താങ്ക് യു. അതിനുശേഷം താങ്കൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? അതായത് BCCI ഒഫീഷ്യലിന്റെ അടുത്ത് അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ അടുത്ത് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയോ? അൺഫോർച്ചുനേറ്റ്ലി എനിക്കപ്പോൾ തീരെ സമയമില്ലായിരുന്നു. 2 ദിവസത്തിന് ശേഷം IPL തുടങ്ങാനിരിക്കുകയായിരുന്നു. എല്ലാവരും അപ്പോൾ IPL ട്രോഫി ആർക്കാണ് കിട്ടുക എന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ആ ഒരു ചിന്ത. സോ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഈവന്റ് തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫി ആവാൻ സാധ്യതയില്ല. അത് ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ പാടില്ല.